മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ മൂന്നാം പട്ടികയിലും അപാകത ആരോപിച്ച ആക്ഷൻ കൗൺസിലുകൾ പട്ടികയിൽ ഉൾപ്പെടേണ്ട പല ആളുകളും ഈ ലിസ്റ്റിലില്ല എന്നാണ് പറയുന്നത്. മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുള്ള എല്ലാവരെയും പുനരധിവാസത്തിന് പരിഗണിക്കണമെന്നാണ് ആക്ഷൻ കൗൺസിലുകൾ പറയുന്നത്. ദുരന്തബാധിതരുടെ അവസാന പട്ടികയും വന്നു. പടവട്ടിക്കുന്നും അട്ടമലയും അടക്കമുള്ള പ്രദേശങ്ങൾ പട്ടികയിലില്ല. മുണ്ടക്കൈ പ്രദേശത്ത് പലരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. 2-3 ഘട്ട പട്ടികയിലെ പരാതികൾ സ്വീകരിക്കാൻ നടപടി ഒരുക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. അവസാന ഘട്ട പട്ടികയിൽ 70 കുടുംബങ്ങൾക്ക് പുറമെ 16 കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന ശുപാർശ സർക്കാരിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. പട്ടികയിൽ അപാകതയുണ്ടെന്ന് ജനശബ്ദം ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാട്ടുന്നു. മുണ്ടക്കയിലെ ഭൂരിപക്ഷം നല്ലൊരു ശതമാനം ആളുകൾ അവിടെ തിരിച്ചുപോയി താമസിക്കേണ്ട അവസ്ഥ. അട്ടമല പ്രദേശത്തെ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതും അപൂർണമായ ലിസ്റ്റാണ്. എന്താണ് ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. ഈ 7 മാസം കഴിഞ്ഞു, ഇനി ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പോലും ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അങ്ങേറ്റം കഴിവുകേടാണെന്ന് തന്നെ പറയേണ്ടി വരും. മുണ്ടക്കയിൽ ഇനി ജനജീവിതം സാധ്യമല്ലെന്നും എല്ലാ കുടുംബങ്ങൾക്കും പുനരധിവാസം നൽകണമെന്നും ജനകീയ സമിതിയും ആവശ്യപ്പെടുന്നു. ഞങ്ങൾക്ക് ഈ ലിസ്റ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ഞാൻ അംഗീകരിച്ചിട്ട് കാര്യമില്ല. ഒരാളെ ഒറ്റയ്ക്ക് അവിടെ നിർത്തിയിട്ട് പോകാൻ കഴിയില്ല. ആന, പുലി എല്ലാം ഉള്ള സ്ഥലം. അതുകൊണ്ട് ഈ ലിസ്റ്റ് അവരെ പരിപൂർണമാകണമെങ്കിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകണം. പട്ടികയിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകാൻ ദുരന്തബാധിതരും ഒരുങ്ങുകയാണ്. നടപടിയായില്ലെങ്കിൽ സമരമെന്നാണ് ആക്ഷൻ കൗൺസിലുകളുടെ മുന്നറിയിപ്പ്. ഇനി മുണ്ടക്കൈയിൽ ജീവിതം അസാധ്യമെന്നാണ് ദുരന്തത്തിന്റെ ഇരകൾ പറയുന്നത്. അതിനാൽ തന്നെ പുനരധിവാസ പട്ടികയിൽ ഈ നാടിനെ പൂർണ്ണമായും ഉൾപ്പെടുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. മനു ദാമോദരനൊപ്പം മുണ്ടക്കൈയിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.